ഇപ്പോൾ എന്താണ് ഇങ്ങനൊരു പ്രസ്താവന ഇപ്പോൾ കൂടുതൽ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ചർച്ചയാണ്. LDF അത്തരത്തിലൊരു പരാതിയായിട്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പം ആ വാക്ക് പരാമർശമൊക്കെ സമുദായത്തിനുള്ളിൽ വലിയ തരത്തിൽ ചർച്ചയാവുമെന്നാണ് അവർ പറയുന്നത്. എന്തായിരുന്നു അതിനെപ്പറ്റി പറയാൻ? അത് വ്യാപകമായിട്ട് ഇപ്പോൾ പ്രചരിക്കുന്നത് മുനാഫിക്ക് എന്ന് ഞാൻ അദ്ദേഹത്തെ വിളിച്ചു എന്നുള്ളതാണ്. പക്ഷേ എൻ്റെ പ്രസംഗം കേട്ടവർക്കറിയാം അത് മുനാഫിക്കിൻ്റെ പണിയെടുക്കുന്നവരെന്നാണ് ഞാനതിൽ പറഞ്ഞിട്ടുള്ളത്. മുനാഫിക്ക് എന്ന് അവരെ വിളിച്ചതല്ല, മുനാഫിക്കിൻ്റെ പണിയെടുക്കുന്നവർ. അപ്പോൾ മുനാഫിക്കിൻ്റെ പണിയെടുക്കുന്നവർ എന്ന് സ്വാഭാവികമായിട്ട് നമ്മൾ പറയാം. വിശ്വാസം കാണിക്കുന്നവർ, ചാഞ്ചാട്ടമുള്ളവർ, നിലപാടുകളില്ലാത്തവർ, അവരൊക്കെ നമ്മൾ സ്വാഭാവികമായിട്ടും പ്രയോഗിക്കുന്ന ഒരു അറബി പദമാണ് മുനാഫിക്ക് എന്നുള്ളത്. മതത്തുമായിട്ടുള്ള യാതൊരു കാര്യവും ഞാനതിൽ പറഞ്ഞിട്ടില്ല. ആ പദം പറയുന്നതിൻ്റെ കുറച്ച് മുമ്പ് പിന്നെ ആ തൊട്ടടുത്ത സെൻറ്റൻസ് എന്ന് പറയുന്നത് എന്താണ്, രാവിലെ ഒരു കൊടി പിടിക്കുന്നവർ, ഉച്ചയ്ക്ക് ഒരു കൊടി പിടിക്കുന്ന, വൈകുന്നേരം മറ്റൊരു കൊടി പിടിക്കുന്ന മുനാഫിക്കിൻ്റെ പണിയെടുക്കുന്നവരാണ് എന്നാണ് പറഞ്ഞത്. നിലപാടില്ലാത്തവർ, കാപട്യമുള്ളവർ. അങ്ങനെയാണ്. എന്തടിസ്ഥാനത്തിലാണ് പിന്നെ വിശ്വാസത്തിലാണ് നാം അവരെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക എന്നുള്ളതാണ് അതിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അത് തീർച്ചയായും ഷാനവാസ് പാദൂരിനെതിരെ അദ്ദേഹത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ളതാണെന്ന് അവർ വ്യാഖ്യാനിക്കുന്നതിൽ തെറ്റുണ്ടോ? അദ്ദേഹമല്ലേ അത് ചെയ്തത്. അദ്ദേഹം ചെയ്യുമ്പോൾ പിന്നെ അദ്ദേഹത്തെയല്ലേ നമ്മൾ പറയാം. ഇപ്പോൾ ഒരു പിന്നെ സ്ഥലത്ത് നമ്മൾ പ്രസംഗിക്കാൻ പോവുകയാണെങ്കിൽ അവിടുത്തെ എതിർ സ്ഥാനാർത്ഥികൾ ആരാണെന്ന് നോക്കും. ആ എതിർ സ്ഥാനാർത്ഥികൾക്ക് നമ്മുടെ സ്ഥാനാർത്ഥിയുടെ പിന്നെ ഗുണങ്ങൾ, അവരുടെ പിന്നെ കാര്യങ്ങൾ പറയുന്നതിനോടൊപ്പം തന്നെ എതിർ സ്ഥാനാർത്ഥിക്ക് എന്തുകൊണ്ട് നിങ്ങൾ വോട്ട് ചെയ്യരുത് എന്ന് പറയുമ്പോൾ അവരുടെ നെഗറ്റീവ് വശങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അങ്ങനെയാണ് നമുക്ക് പിന്നെ ഈ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പിതാവ് എന്ന് പറയുന്നത് കാസർഗോഡ് ജില്ലയിലെ തന്നെ സമുന്നതനായ കോൺഗ്രസ് നേതാവാണ്. ഇദ്ദേഹവും കോൺഗ്രസ് ലേബലിൽ മത്സരിച്ച് ജനപ്രതിനിധിയായ ആളാണ്. അദ്ദേഹം ഏത് സമയത്താണ് മാറിയത് എന്നും സ്ഥാനാർത്ഥിത്വം കിട്ടാതെയായപ്പോൾ അവർ മറ്റൊരു ലേബലിൽ മത്സരിച്ചതും, അങ്ങനെ പലതവണ മാറി മാറി മത്സരിക്കുന്ന ഒരാളെന്ന നിലയിൽ. അപ്പോൾ അദ്ദേഹത്തിന് നിലപാടില്ല എന്നല്ല അതിനർത്ഥം. വിശ്വാസവഞ്ചന പിന്നെ അദ്ദേഹത്തിലുണ്ട് എന്നുള്ളത് അർത്ഥത്തിലാണ് പറഞ്ഞത്. ഈ പരാമർശത്തിൽ ഖേദിക്കുന്നില്ല, അത് കൃത്യമായി ഉറച്ചു തന്നെയാണ് പറയുന്നത്. പരാമർശത്തിൽ ഖേദിക്കണമെങ്കിൽ ഞാൻ എന്തെങ്കിലും തെറ്റായി പറഞ്ഞിട്ടുണ്ടാണ്. നമുക്ക് അറിയാമല്ലോ, നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ നിന്ന് പോയ G. സുധാകരൻ അടക്കമുള്ള PK ശശി അടക്കമുള്ള നമ്മുടെ തൃക്കരിപ്പൂരിലെ സ്ഥാനാർത്ഥി വി. കുഞ്ഞികൃഷ്ണ, അവരെ ഒക്കെയും അദ്ദേഹം പറഞ്ഞത് വിശ്വാസവഞ്ചന ചെയ്തു എന്നാണ്. വിശ്വാസവഞ്ചകർ എന്നാണ് വിളിച്ചത്. അദ്ദേഹം അത് മലയാളത്തിൽ പറഞ്ഞു, ഞാനത് അറബിയിൽ പറഞ്ഞു. അറബിയിൽ പറയാമെന്ന് വെച്ചാൽ നമ്മുടെ കാസർഗോഡിനെ സംബന്ധിച്ചിടത്തോളം കാസർഗോഡ് എന്ന് പറയുന്നത് സപ്തഭാഷാ സംഗമ ഭൂമിയാണ്. പക്ഷേ സപ്തഭാഷ ആണ് പറയുന്നതെങ്കിലും ഇവിടെ ഒരുപാട് ഭാഷകൾ, അതിലധികം ഭാഷകൾ ഉപയോഗിക്കുന്നവരാണ്, സംസാരിക്കുന്നവരാണ്. അറബി പദം ഉപയോഗിക്കും, അതേപോലെ പിന്നെ ഉറുദു, കന്നഡ, അതൊക്കെ ഉപയോഗിക്കും. മതപരമായ വിഭാഗീയത ഉദ്ദേശിച്ചിട്ടില്ല. ഇല്ല, മതപരമായ വിഭാഗീയത ആവണമെങ്കിൽ ഞാൻ മതത്തിനെ എന്തെങ്കിലും പിന്നെ കണക്ട് ചെയ്തിട്ട് ഞാൻ അവിടെ പറയണം. അവിടെ ഞാൻ കൊടിയെ മാത്രമാണ് പറയുന്നത്. നിലപാടില്ലാത്തവർ എന്നാണ്, കാപട്യമുള്ളവർ എന്നാണ് അതിലുള്ള ഉദ്ദേശം. അതിൽ എനിക്ക് യാതൊരു ഖേദവും തോന്നിയിട്ടില്ല. ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തെ ഞാൻ ബഹുമാനിക്കുകയും ആദരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കാലമാണ്. നമ്മുടെ സ്ഥാനാർത്ഥികൾക്ക് എങ്ങനെയാണ് അവരുടെ നെഗറ്റീവിൽ ഹൈലൈറ്റ് ചെയ്യപ്പെടുക എന്നുള്ളതാണ് നമ്മൾ പ്രസംഗിക്കുമ്പോൾ ഒക്കെ, നമ്മൾ പ്രചരണം നടത്തുമ്പോഴൊക്കെ നോക്കുക. അതിൽ മതപരമായിട്ടുള്ള ഒരു കാര്യമില്ല. ഞാൻ ഒരു അറബി പദം ഉപയോഗിച്ച് എന്ന് മാത്രമേ ഉള്ളൂ. മലയാളത്തിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ വിശ്വാസവഞ്ചകരെന്ന് പറയുന്നു, അറബിയിലാവുമ്പോൾ അത് മുനാഫിക്ക് എന്ന് പറയുന്നു. അത്രയേ ഉള്ളൂ. മുനാഫിക്കെന്നല്ല ഞാൻ പറഞ്ഞത്, മുനാഫിക്കിൻ്റെ പണിയെടുക്കുന്നവർ. അത് നമ്മുടെ സൗഹൃദ വലയത്തിൽ വരെ നമ്മളത് ഉപയോഗിക്കുന്ന ഒരു സാധാരണ ഒരു പദമാണ്.